ഹായ് ഗായ്സ്. ഇപ്പം ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. ഓക്കെ, ഇപ്പോൾ പൈലറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. ഈ കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറയുമ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഈസി ആയിട്ട് പറ്റും, ചില സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മൾ സ്കാൻ ചെയ്യുന്ന പ്രോപ്പർ അല്ല, കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ കമ്പ്യൂട്ടർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാംസ് എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് RT എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നമ്പറിൻ്റെ ആവശ്യമില്ല. പക്ഷേ വേറെ ഏത് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നമ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറയുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് ലൈസൻസ് വരെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി കമ്പ്യൂട്ടർ നമ്പർ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കതിന് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടർ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ അതിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് വേണം, പിന്നെ സിഗ്നേച്ചർ വേണം. അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവർക്കുള്ള റിക്വയർമെൻറ്റ്സ്, ഇതെത്രയും നമ്മൾ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോയിൻ്റെയും സൈനിൻ്റെയും സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് നമുക്കുള്ള ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് ഒന്നുകിൽ നമുക്ക് ആധാർ അപ്ലോഡ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 10th സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാം. 10th സർട്ടിഫിക്കറ്റിലും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും കാണുമല്ലോ, അപ്പോൾ അത് വേണമെങ്കിലും കൊടുക്കാം. ഇനി 10th-ൻ്റെയും +2-ൻ്റെയും ബോർഡ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ബോർഡ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സാം എഴുതിയിട്ടുണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് മീൻസ് ബോർഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്കാണെങ്കിൽ വേറെ പ്രോസസ്സ്, CBSE പഠിച്ചവർക്ക് വേറെ പ്രോസസ്സാണ്. ഇപ്പം സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പരീക്ഷാ ഭവനിൽ പോവുക. മീൻസ് 10th ആണെങ്കിൽ പരീക്ഷാ ഭവൻ, അതുപോലെ തന്നെ +2-ൻ്റെയും പരീക്ഷാ ഭവനുണ്ട്. ഓക്കെ, അവിടേക്ക് പോവുക. ഓക്കെ, ബോർഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇപ്പോൾ VHSC പഠിച്ചവർക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, അല്ലാണ്ട് HSC പഠിച്ചവർക്ക് സെപ്പറേറ്റ് സെക്ഷൻ, അങ്ങനെ കൊടുത്തിരിക്കും. അപ്പം അവിടെ നമ്മൾ ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്യുക, നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുക. നമുക്കിങ്ങനെ DGC എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്, ബോർഡ് വെരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുക. അതിൻ്റെ ബേസിസിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പം അവർ നമ്മളോട് രണ്ട് രീതിയിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് അവരോട് പറയാം നമുക്ക് ഏർജൻറ്റാണ്, അപ്പം നമ്മൾ ഡയറക്റ്റ്ലി വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറയുമ്പം അവർ നമ്മളെ മൊബൈൽ നമ്പർ മേടിക്കും, റെഡി ആവുന്ന സമയത്ത് നമ്മളെ വിളിക്കും. ഓക്കെ, എനിക്കങ്ങനെയായിരുന്നു. ഇനി അല്ലാത്ത സെക്കൻഡ് കാറ്റഗറി ഉണ്ട്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര അത്യാവശ്യമില്ല, നമ്മൾ എക്സാമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ കമ്പ്യൂട്ടർ നമ്പർ നോക്കണുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു എൻവലപ്പിൽ നമ്മൾ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, ഏത് അഡ്രസ്സിലേക്കാണ് നമുക്ക് വെരിഫിക്കേഷൻ വേണ്ടതെന്നുള്ള അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, അവർക്ക് ലെറ്റർ സബ്മിറ്റ് ചെയ്യുക. അപ്പം ബോർഡ് വെരിഫിക്കേഷൻ വന്നതിന് ശേഷം അവർ ആ എൻവലപ്പിനകത്തിട്ടിട്ട് നമുക്ക് തിരിച്ച് അയച്ചു തരും. ഓക്കെ, ഇനി CBSE പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് ഇങ്ങനെ സൈറ്റിൽ പോയിട്ട് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, ആ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ബോർഡ് വെരിഫിക്കേഷൻ അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഇനി ഓരോ ഫയലും എത്ര സൈസ് ആണെന്നുള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 100 KB വീതമാണ് ഓരോ ഡോക്യുമെൻറ്റ്സും വേണ്ടത്. ഇനി അടുത്ത നമുക്ക് +2-ൻ്റെയും 10th-ൻ്റെയും സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇനി എന്താണ് +2 ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്? നമ്മൾ ഈ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ആണ്, +2-ൽ നമ്മൾ കൊമേഴ്സാണ് പഠിച്ചത്, പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹം വന്നാലും നമുക്ക് പൈലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സും ഫിസിക്സും ഇംഗ്ലീഷും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സബ്ജക്ട്സാണ്. അത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ എക്സാംസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം കൊമേഴ്സ് പഠിച്ച ആളാണെങ്കിൽ അവരെന്തായാലും ഫിസിക്സും മാത്സും പഠിച്ച് കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വലൻ്റ് ആയിട്ടുള്ള ഇപ്പം NIOS അങ്ങനെ ഉള്ള രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴി പോയി പഠിച്ച് എക്സാം എഴുതാൻ പറ്റും. ആ 3 സബ്ജക്റ്റ് മാത്രം എക്സാം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ നമുക്കില്ലാത്തത് അത് മാത്രം പോയി എക്സാം എഴുതാം. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൂഫ് ഓഫ് പെർമനൻറ്റ് അഡ്രസ്സ്. അത് നമുക്ക് ആധാറിൽ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അത് കൊടുത്താൽ മതി, ആധാർ കൊടുത്താൽ മതി. പിന്നെ ആധാർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷനും ഉണ്ട്. ഇപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടാണോ നമ്മളൊരു ഡോക്യുമെൻ്റ് വയ്ക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ
ഈ 10th സർട്ടിഫിക്കറ്റ്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ. ഇനി 10th സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് തന്നെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ ചോദിക്കും. നമ്മളെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ തന്നെ 10th മാർക്ക് ഷീറ്റ് കം സർട്ടിഫിക്കറ്റ് എന്നായിരിക്കും മോസ്റ്റ്ലി കൊടുത്തിരിക്കുക. അപ്പം അത് തന്നെ ഈ 10th സർട്ടിഫിക്കറ്റ് തന്നെ ആ പ്ലേസിലും അപ്ലോഡ് ചെയ്യുക. അപ്പം 2 തവണയായല്ലോ. ഇനി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനും 10th ആണ് വെക്കണമെങ്കിലോ ഡേറ്റ് ഓഫ് ബർത്തിന് വീണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്പം 3 എണ്ണവും സെയിം ആണ്. ഇനി അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒഴിച്ച് വേറെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ആ ഡോക്യുമെൻറ്റ്സിൽ എല്ലാം നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കുക. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതുക, സിഗ്നേച്ചർ ഇടുക. അതാണ് സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ റൈറ്റിങ്സ്, നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റിൽ കുറേ റൈറ്റിങ്സ് കാണും. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ സീല് കാണും, പ്രിൻസിപ്പലിൻ്റെ സീല് കാണും, അല്ലാണ്ട് CBSE ആണെങ്കിൽ CBSEൻ്റെ സീല് കാണും, സ്റ്റേറ്റ് ആണെങ്കിൽ അവരുടെ സീല് കാണും. ആ സീലിൻ്റെ പുറത്തൊന്നും നമ്മുടെ റൈറ്റിങ്സോ നമ്മുടെ സിഗ്നേച്ചറോ വരാൻ പാടില്ല. ഈ സിഗ്നേച്ചർ എഴുതുന്ന സമയത്തും ഒന്നും ഇല്ലാത്ത, മീൻസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? പാസ്പോർട്ട് നമ്മൾ അപ്ലോഡ് മീൻസ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫോട്ടോയും സിഗ്നേച്ചറും എങ്ങനെ വേണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് ആയിരിക്കണം. പിന്നെ ഫോട്ടോയിൻ്റെ ഹൈറ്റും വിഡ്ത്തും പറയുന്നുണ്ട്. 45 mm ഹൈറ്റും 35 mm വിഡ്ത്തും. ഇനി അതേപോലെ തന്നെ നമ്മൾ ആ ഫോട്ടോയ്ക്ക് 70 KB ആയിരിക്കണം സൈസ്, അതിൽ കൂടുതലാവാൻ പാടില്ല. ഇനി നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പം നമ്മൾ ബോഡി പ്രപ്പോർഷൻ്റെ, ഇപ്പം നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഹെഡ് ഷോൾഡേഴ്സൊക്കെ വരുമല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നോർമലായിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഹെഡ് എങ്ങനെയാണോ അതിൻ്റെ കുറച്ചുകൂടെ വലുതായിട്ടായിരിക്കും ബോഡി പോർഷൻ ഇരിക്കുക, അങ്ങനെ. പക്ഷേ DGCക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മളെ ഫേസ് വരുന്ന പോർഷൻ 70% ഓഫ് ദ ഫോട്ടോഗ്രാഫും കവർ ചെയ്തിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അങ്ങനത്തെ ഫോട്ടോ വേണം നമുക്ക് വേണ്ടത്. അത് നമ്മൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ മതി. അവർക്ക് നമ്മൾ കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. കാരണം ഓൾറെഡി ഒരുപാട് പേരും ചെയ്യുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാരാമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിറച്ച് സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെ ഓൾറെഡി അവർക്കറിയാം. യൂഷ്വലി കുറേ പേരും അവിടെ പാരാമൗണ്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് കൂടുതൽ അറിയാം, സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അറിയാം. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണ് DGCക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇത്ര സൈസിൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും. ഇനി അതിൻ്റെ ഫോർമാറ്റ് എപ്പോഴും JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആയിരിക്കണം. പിന്നെ ഈ ഹൈറ്റും വിഡ്ത്തും എല്ലാം അവർ തന്നെ കറക്റ്റ് ചെയ്ത് നമുക്ക് തരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫിൽ ഫേസ് എന്ന് പറയുന്നത് 35 mm ഹൈറ്റും 25 mm വിഡ്ത്തിലും ഫേസ് മാത്രമായിരിക്കണം. അതെല്ലാം നമുക്കിപ്പം കേൾക്കുമ്പോൾ ഒരു എങ്ങനെയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സ്റ്റുഡിയോക്കാരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർ സ്റ്റുഡിയോയിൽ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സിഗ്നേച്ചർ നമ്മൾ ഇടുമ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സിഗ്നേച്ചർ ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ വൈറ്റ് പേപ്പറിലിടുക, അത് സ്കാൻ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് 20 KBക്ക് അകത്ത് നിൽക്കണം. ചില സമയത്ത് നമുക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോർമലി സ്കാൻ ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് ഈ JPEG അല്ലെങ്കിൽ JPGന് സൈസ് റെഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ കയറിയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യുക. പിന്നെ സൈൻ്റെ വിഡ്ത്തും ഹൈറ്റും അവർ പറയുന്നുണ്ട്. 20 mm ഹൈറ്റും 45 mm വിഡ്ത്തുമാണ് അവർ പറയുന്നത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ ക്ലിയർ ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കമ്പ്യൂട്ടർ നമ്പർ അപ്ലൈ ചെയ്യാൻ നമ്മൾ സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് ക്രോമിനകത്ത് കയറുക. ഓക്കെ, അതിനകത്ത് pariksha.dgca.gov.in ഒന്നെങ്കിൽ ഇതെടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ dgca.gov.in എടുത്താലും മതി. അതിനകത്ത് കയറിയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിനകത്ത് കയറാം. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി കയറാൻ വേണ്ടിയിട്ട് pariksha.dgca.gov.in കൊടുത്താൽ ഡയറക്റ്റ്ലി നമുക്ക് ആ പേജിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പം നമ്മൾ ആ പേജിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ DGCAൻ്റെ പേജ് വരുന്നത്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓക്കെ, ഇതിനകത്ത് കയറുക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ AME ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഫ്ലൈറ്റ് ക്രൂ ഉണ്ടാവും. AME എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫ്, അതല്ലാണ്ട് എയറോനോട്ടിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത ആൾക്കാരിൽ അവർക്കുള്ള സെക്ഷനാണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിലെ ബ്ലൂ പോർഷനാണ് നമുക്കുള്ളത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എടുക്കുക.
ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്, ഇതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് അഗെയിൻ കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയായിരിക്കും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഇങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുക. എല്ലാം വായിക്കാതെ തേർഡ് പോയിൻ്റ് ഉണ്ടോ, ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ് ടു ഫിൽ ദി കറക്റ്റ് ഇൻഫർമേഷൻ ഇൻ ദ പോർട്ടൽ. എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വായിച്ചല്ലോ, അപ്പം നമുക്ക് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വരിക. ഇവിടെ ഒരു കുഞ്ഞൊരു ബോക്സ് ഉണ്ട് കണ്ടോ, അതിൽ ടിക്ക് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം ഞാൻ മിസ്സെന്ന് കൊടുക്കുന്നു, പിന്നെ എൻ്റെ പേര് 10th സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് എന്താണോ അതിനനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേര് മുഹമ്മദ് ബിൻ ബഷീർ എന്നാണ്. പക്ഷേ ആധാറിൽ ചിലപ്പം 2 പേരേ ഉണ്ടാവുള്ളൂ, മുഹമ്മദ് ബഷീർ എന്നായിരിക്കും, ഇടയ്ക്കുള്ള ബിൻ കാണത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ടറീൻ്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു വക്കീൽ നോട്ടറൈസേഷൻ ചെയ്യാൻ, അവർക്ക് ചില വക്കീലന്മാർക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചില ലോയേഴ്സിൻ്റെ അടുത്ത് പോകുമ്പം അവർക്ക് നോട്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. അവരുടെ അടുത്ത് പോവുക, എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു അഫിഡവിറ്റ് റെഡിയാക്കി മേടിക്കുക. ഇപ്പം എൻ്റെ ഈ ആധാറിലുള്ള പേരും 10th സർട്ടിഫിക്കറ്റിലുള്ള പേരും ഒക്കെ ഒരാളാണ്, വൺ ആൻഡ് ദി സെയിം പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബേസിസിൽ വാങ്ങിക്കുക. പിന്നെ ഈ DGCൻ്റെ സൈറ്റിൽ എപ്പോഴും നമുക്ക് വേണ്ടത് എൻ്റർ ദ നെയിം ആസ് പെർ ദ 10th സർട്ടിഫിക്കറ്റ്. 10th സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് അത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മദേഴ്സ് നെയിം ആണെങ്കിലും അങ്ങനെ തന്നെ, ഫാദേഴ്സ് നെയിം ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം 10th സർട്ടിഫിക്കറ്റിൽ നമ്മൾ പേരിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഇല്ല എങ്കിൽ കൂടി നമുക്ക് അത് തന്നെ കൊടുത്തേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ CBSE ബോർഡാണെങ്കിലോ സ്റ്റേറ്റ് ബോർഡാണെങ്കിലോ അവിടെ ആദ്യമേ പോയി നമ്മുടെ നെയിം കറക്ഷനുള്ള റിക്വസ്റ്റ് കൊടുത്ത് നെയിം കറക്റ്റായി വന്നതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ നമ്പർ ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നെയിമിൽ 10th നെയിം തെറ്റാണ്, തെറ്റ് മീൻസ് സ്പേസ് ഇല്ല, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിലെല്ലാം സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ നമ്പർ കിട്ടും. കാരണം എനിക്ക് കിട്ടി, എനിക്ക് 10th നെയിമിൽ സ്പേസ് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനതിപ്പം CBSE ബോർഡിൽ കറക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പം എങ്ങനെയാണോ 10th സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ പേര് കൊടുക്കുക, പാരൻസിൻ്റെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, പിന്നെ ജെൻഡർ, മൊബൈൽ നമ്പർ, വീണ്ടും കൺഫേം മൊബൈൽ നമ്പർ, ഇമെയിൽ ID, കൺഫേം ഇമെയിൽ ID എല്ലാം വായിച്ചതിന് ശേഷം ഐ ഹാവ് നോട്ട് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഐ ഹാവ് നെവർ രജിസ്റ്റേർഡ്, ഇതുവരെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഇമെയിൽ ID വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ID വീണ്ടും കൊടുത്താൽ രജിസ്റ്റർ ആവത്തില്ല. ഇനി നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇമെയിൽ IDയും നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പാരൻസിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും മെസ്സേജസും കാര്യങ്ങളെല്ലാം അവർക്കായിരിക്കും പോകുക. അപ്പം നമുക്ക് എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. മീൻസ് അവരുടെ ഫോൺ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ മൊബൈൽ നമ്പറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പം ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് സബ്മിറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു പേജിലേക്ക് ഓപ്പൺ ആയി വരും. ആ പേജിൽ നമ്മളോട് ചോദിക്കുന്നത് മൊബൈൽ നമ്പറും OTP ആണ്. അപ്പം മൊബൈൽ നമ്പറിൽ വരുന്ന OTP അവിടെ സബ്മിറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് അടുത്ത പേജ് എത്തുന്നതെന്ന് വെച്ചാൽ അടുത്ത നമുക്കുള്ള പേജ് നമ്മുടെ മെയിൽ IDയിലേക്കൊരു മെയിൽ വരും. ആ മെയിലിൽ ഒരു ആക്ടിവേറ്റ് നൗ അല്ലെങ്കിൽ ഒരു ലിങ്ക്, ഇങ്ങനെ 2 രീതിയിൽ കൊടുത്തിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും മെയിൽ വരിക. ഓക്കെ, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് എന്നുള്ള ഡീറ്റെയിൽസ് വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വരും. ഇനി ഇതിൽ കണ്ടോ ആക്ടിവേറ്റ് അക്കൗണ്ട്, ഒന്നെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് ആക്ടിവേറ്റ് അക്കൗണ്ട് കൊടുത്താലും ആക്ടിവേറ്റ് ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കിയാൽ താഴെ കണ്ടോ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ലിങ്ക് വാലിഡ് 24 hours മാത്രമാണ്. 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഇൻവാലിഡ് ആവും. നമ്മൾ വീണ്ടും നമ്മൾ ഇത്രയും ചെയ്ത പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തില്ലേ, അതെല്ലാം ഒന്നും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ബെറ്റർ നമ്മൾ ഈ 24 hours മുമ്പിൽ ചെയ്യുന്നതാണ്. നമ്മുടെ മെയിൽ ID ഓൾറെഡി തന്നെ അതിൽ വന്നിരിക്കും. ഇനി നമ്മളോടത്ത് പാസ്വേഡ് കൊടുക്കാൻ പറയും. പാസ്വേഡ് 2 തവണ കൺഫേം, ഒരു തവണ കൊടുക്കുക, രണ്ടാമത്തെ തവണ കൺഫേം ചെയ്യുക.
ഓക്കെ, ഇനി ഈ പാസ്വേഡിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് അതിൽ താഴെയായിട്ട് കൊടുത്തിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പേഴ്സ് വേണം, പിന്നെ അവർ കുറച്ച് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ആ സിമ്പിൾസിൽ പെട്ട ഏതെങ്കിലും വേണം, പിന്നെ 8 ക്യാരക്ടേഴ്സ് വേണം. ഇത്രയുമാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. അപ്പം ഇതെല്ലാം ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പാസ്വേഡ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും. Diksha.dgca എന്നുള്ള പേജിലേക്ക് നമ്മൾ വരുന്നു. ഈ സെയിം പേജിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. വന്നതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇത്രയും നേരം നമ്മൾ കൊടുത്ത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ഇപ്പം നമ്മൾ കൊടുക്കാനുള്ളത് കാൻഡിഡേറ്റ് ലോഗിൻ. ഓക്കെ, അതിനകത്ത് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തിട്ട് നമ്മളോട് പറയും ഒന്നുകിൽ കമ്പ്യൂട്ടർ നമ്പർ ഇല്ലെങ്കിൽ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പം കമ്പ്യൂട്ടർ നമ്പർ ഇല്ലാത്തവർക്ക് ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. ഇമെയിൽ ID കൊടുക്കുക, നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, അകത്ത് കയറുക. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസാണ് അതിനകത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ ആദ്യം കൊടുത്ത കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ പാരൻസിൻ്റെ നെയിം ചോദിക്കും, അതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് ചോദിക്കും. കറസ്പോണ്ടൻ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ചോദിക്കും. അതിൽ ഇപ്പം കറസ്പോണ്ടൻ്റ് അഡ്രസ്സ് ഇപ്പം നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് വേറെയാണ്, പെർമനൻ്റ് അഡ്രസ്സ് വേറെയാണെങ്കിൽ അതിൻ്റെ ബേസിസിൽ കൊടുക്കുക. ഇല്ല രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ആധാറിൽ നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് ഏതാണോ വെക്കുന്നത് അതിൻ്റെ സെയിം അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആധാറാണെങ്കിൽ ആധാറിൻ്റെ സെയിം അഡ്രസ്സ് കൊടുക്കുക. ഇപ്പം ഒരു സ്പേസോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങോ ഒന്നും തെറ്റിച്ച് കൊടുക്കാതിരിക്കുക, എങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ റിജക്റ്റ് ആവും. ഓക്കെ, അപ്പം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെറ്റർ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ നമ്മൾ ഏതാണോ നമ്മൾ പ്രൂഫ് കൊടുക്കുക അതിൻ്റെ ബേസിസിൽ കൊടുക്കുക. ഓക്കെ, ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം പെർമനൻ്റ് അഡ്രസ്സും കറസ്പോണ്ടൻ്റ് അഡ്രസ്സും സെയിം ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കും. അതിൽ ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഫില്ലായിക്കോളും. അടുത്ത നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ പാസ്പോർട്ടിൻ്റെ നമ്മൾ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും കോപ്പി എടുത്ത് സൈൻ ചെയ്ത് വേണം അറ്റസ്റ്റ് ചെയ്യാൻ, മീൻസ് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ മീൻസ് കോപ്പി എടുക്കുന്ന സമയത്ത് കളർ കോപ്പിയും നല്ല ക്ലിയർ ആയിട്ടുള്ള കോപ്പിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഫോട്ടോ എന്നും ചിലപ്പം ഈ ആധാറൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ ആധാർ എങ്ങനെയായിരിക്കും ഇരിക്കുകയെന്ന്. അപ്പം അത് വീണ്ടും കോപ്പി എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ബെറ്റർ കളർ കോപ്പി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അതിൽ അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആ പാസ്പോർട്ടിൻ്റെ പോർഷനിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. അത് മൈൻഡിൽ വെച്ചേക്കുക. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ നമ്മൾ 10+2 എന്നുള്ളത് കുറച്ച് കൊടുത്തിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഫിസിക്സ്, മാത്സ്, പിന്നെ ഇംഗ്ലീഷ് ഇത് 3 ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫർമേഷൻ അതിൽ കൊടുക്കണം. അപ്പം അതിൽ നമ്മൾ എന്തൊക്കെ അതിലവർ ഒരു 10 കോളം കൊടുത്തിട്ടുണ്ട്. ആ 10 കോളവും നമ്മൾ പോയി ഫില്ല് ചെയ്യണം. നമ്മൾ ഏത് പഠിച്ചത്, പിന്നെ നമ്മൾ CBSE ബോർഡാണോ സ്റ്റേറ്റ് ബോർഡാണോ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടി, ടോട്ടൽ മാർക്ക് എത്രയാണ്, മാക്സിമം മാർക്ക് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ 80 നോർമൽ, പിന്നെ ബാക്കി തിയറി, ബാക്കി പ്രാക്ടിക്കലിന് 20. അപ്പം ഈ 80 നമുക്ക് 50 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം ആ 50 പ്ലസ് നമുക്ക് പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ ഫുള്ള് ചേർക്കുമ്പോൾ 70. അപ്പോൾ 70/100 അങ്ങനെയായിരിക്കും വരിക. ഓക്കെ, പെർസെൻറ്റേജ് പിന്നെ നമ്മളെ ക്ലാസ്സിലെ പെർസെൻറ്റേജാണ് നോക്കുന്നത്. ടോട്ടൽ പെർസെൻറ്റേജ് നമ്മൾ 10th ടോട്ടൽ പെർസെൻറ്റേജ് എത്ര കിട്ടി, +2 എത്ര കിട്ടി, പിന്നെ താഴത്താണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ വരിക. ഫിസിക്സിന് എത്ര, മാത്സിന് എത്ര ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മളെ പാസിംഗ് മാർക്ക്, ഇപ്പം നമുക്ക് എക്സാമിന് 86% ആണെങ്കിൽ ടോട്ടലി നമ്മൾ +2 പാസ്സായത് 86% വെച്ചിട്ടാണെങ്കിൽ 86% എന്നുള്ള ബേസിസ് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ എത്രയാണ് 100. പിന്നെ അതിലവർ നമ്മളെ ബോർഡ് വെരിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം അതിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ തന്നെ ആ തൊട്ട് താഴെ, മീൻസ് നമ്മൾ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്മിറ്റ് കാർഡ് ID കൊടുക്കണം, ഫസ്റ്റ് ഒരു ഡീറ്റെയിൽ കൊടുക്കണം, പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ID കൊടുക്കണം, പിന്നെ സ്കൂൾ ID, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാത്തിൻ്റെയും ഇടയിൽ സ്പേസ് വിടുക. ആദ്യത്തെ ഡേറ്റിൽ എഴുതുക, സ്പേസ് വിടുക, മീൻസ് അഡ്മിറ്റ് കാർഡിൻ്റെ ID കൊടുക്കുക, സ്പേസ് വിടുക, ഒറ്റ സ്പേസ് വിടുക, പിന്നെ സ്റ്റുഡൻറ്റ് ID കൊടുക്കുക അല്ലെങ്കിൽ സ്കൂൾ ID. ഓക്കെ, അങ്ങനെ എന്താണോ അവർ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആ ID കൊടുക്കുക.
ഓക്കെ, അപ്പം ഇത്രയും കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് തീർക്കുക. അതിനുശേഷം പിന്നെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിൽ പിന്നെല്ലാം നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് വേറെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. എല്ലാം അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വായിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. നമുക്കില്ലാത്ത ഇപ്പോൾ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതൊന്നും നമുക്കില്ലാത്തതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് കൊടുക്കുക. അപ്പം നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജ് വരും. നമ്മളെല്ലാം 100 KB താഴെയുള്ളത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതിപ്പോൾ 10th ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10th കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ 10th മാർക്ക് ഷീറ്റ് ചോദിക്കുകയാണ്, അപ്പം മാർക്ക് ഷീറ്റും ഈ 10th സർട്ടിഫിക്കറ്റ് തന്നെയാണെങ്കിൽ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 10th സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം 3 തവണയും 10th സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത്. അതേപോലെ +2 ചോദിക്കുന്നിടത്ത് +2ൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ മറ്റേ അഫിഡവിറ്റും കൂടെ ചേർത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക. നമ്മൾ ഡിക്ലറേഷൻ വരും, ഡിക്ലറേഷനിൽ ടിക്കറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നമ്പറിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു, ഫുൾ സക്സസ്ഫുള്ളായി. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ നമ്പർ ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. ഇത്രയും കഴിയുമ്പം ഇനി നമുക്ക് വെയിറ്റിംഗ് ആണ്. കുറച്ച് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഇപ്പോൾ 1 വീക്കിലൊക്കെ വരുന്നവരുമുണ്ട്. 1 വീക്ക് 2 വീക്ക് എടുക്കുമ്പോൾ തന്നെ വരും. ഓക്കെ, മുമ്പ് ഫിസിക്കൽ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്താണെങ്കിൽ 2 മാസം 3 മാസമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, വേഴാമ്പലിനെ പോലെ. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, കുറച്ചുകൂടെ സ്പീഡിന് വരുന്നുണ്ട്. ഇപ്പം ഇനി എന്തെങ്കിലും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും കൈൻഡ് ഓഫ് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിലിലേക്ക് വരും. പാർഷ്യൽ റിജക്ഷൻ എന്ന് പറഞ്ഞ് വരും, ഇല്ലെങ്കിൽ ഫുൾ റിജക്ഷൻ എന്ന് പറഞ്ഞ് വരും. പാർഷ്യൽ റിജക്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും 1-2 ഡോക്യുമെൻറ്റിൽ ചെറിയ തെറ്റുണ്ടാവും. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ തന്നെ ചെയ്യാം. ഇനി ഫുൾ റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നേന്ന് നമ്മൾ കയറിയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റിലിട്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും കമ്പ്യൂട്ടർ നമ്പറൊക്കെ എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ഐ ആം പ്രേയിങ്. ഓക്കെ, താങ്ക് യു, ബൈ.